ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്ന 24. 2019 ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നിർത്തുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് 24 ലഭിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ ബോർഡിന്റെ സമ്മർദ്ദമുണ്ടോ എന്ന് സംശയിക്കുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ ബോർഡ് ഉത്തരവ് തിരുത്തിയതിന്റെ രേഖകളും 24 പുറത്തുവിട്ടു. ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലും സ്വർണം പൂശാമെന്ന വാഗ്ദാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നുവെന്ന് പറയുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുകയാണ്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയും അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർ ബോധപൂർവം ചെമ്പുപാളി എന്ന രേഖ തയ്യാറാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശുപാർശ നൽകി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ഉത്തരവ് തിരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു, തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള ആർ ജി രാധാകൃഷ്ണൻ, വി എസ് രാജേന്ദ്ര പ്രസാദ്, കെ രാജേന്ദ്രൻ നായർ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ശുപാർശയിലുണ്ട്. സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു സ്പോൺസർമാർക്ക് വേണ്ടി ഇടനിലനിന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. 2019 ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന്റെ തെളിവും ഇന്ന് പുറത്തുവന്നു. ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുത്തുവിടണം എന്ന് പറയുന്നില്ല. എന്നാൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് വെറുതെ അങ്ങ് കൈകഴുകാനാവില്ല. പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ആരായാലും മുഖം നോക്കാതെ നടപടിയെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിയില്ലെന്നും യഥാർത്ഥ പ്രതികളെ SIT പുറത്തു കൊണ്ടുവരട്ടെ എന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. തെറ്റ് ചെയ്തിട്ടില്ല എന്നും FIR കോടതിയിലെത്തുമ്പോൾ നോക്കാമെന്നുമായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ പ്രതികരണം. സംഭവം നടക്കുമ്പോൾ താൻ ദേവസ്വം ബോർഡിൽ ഇല്ലെന്നും ഏതന്വേഷണവുമായി സഹകരിക്കുമെന്നും മുൻ ദേവസ്വം കമ്മീഷണർ N വാസു വ്യക്തമാക്കി. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കേണ്ടെന്ന് 2025 തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും ഇപ്പോഴത്തെ ബോർഡിനും സർക്കാരിനും വീഴ്ച പറ്റിയിട്ടില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. 24 പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഇന്നുണ്ടായ വിവിധ പ്രതികരണങ്ങൾ കാണാമിനി. SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും X or Y എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എനിക്കതിനകത്ത് എൻ്റെ ഉത്തമ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിലൊന്നും ഒരു റോളും ഇല്ല. ദേവസ്വം ബോർഡിൽ ഈ രണ്ട് കാര്യങ്ങൾ അത് കടത്തിക്കൊണ്ടുപോയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. സ്വർണത്തിൻ്റെ തൂക്കത്തെക്കുറിച്ചായാലും സ്വർണം അപഹരിക്കപ്പെട്ടതിനെക്കുറിച്ചായാലും എല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട്. അത് ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും വിളിക്കാനും ഇല്ലാത്തതുകൊണ്ടാണ്. പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു. നല്ല അന്വേഷണം നടക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ആരംഭിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും സന്നിധാനത്തും പ്രത്യേക സംഘം പരിശോധന നടത്തി. സ്പോൺസർമാരിലേക്ക് അന്വേഷണം നീളും. 2019 വാതിൽപ്പാളികളിൽ സ്വർണം പൂശിയ ഗോവർദ്ധന്റെ വിവരങ്ങൾ SIT തേടും. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് വിവാദ സ്വർണ്ണപ്പാളി പരിശോധിച്ചു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് SIT അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ആസ്ഥാനത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തി. എന്നാൽ പരിശോധന നടത്തിയിട്ടില്ലെന്ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കി. സന്നിധാനത്തെത്തിയ SITക്ക് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ കൈമാറി. കൂടുതൽ സ്പോൺസർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ്
പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2019 വാതിൽപ്പാളികൾ സ്വർണം പൂശിയത് സ്പോൺസർ ചെയ്ത ഗോവർദ്ധനിൽ നിന്ന് സംഘം വിവരങ്ങൾ തേടും. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഗോവർദ്ധന്റെ പേരുള്ള സാഹചര്യത്തിലാണ് നടപടി. വാതിൽപ്പാളികളിൽ സ്വർണം പൂശാൻ 512 ഗ്രാം ഗോവർദ്ധൻ നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി. വാതിലിൽ 321.6 ഗ്രാമും കട്ടിളപ്പടയിൽ 184 ഗ്രാമും സ്വർണം പൂശിയെന്നാണ് രേഖ. മുഴുവൻ സ്വർണവും സ്പോൺസർ നൽകിയെങ്കിൽ പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം അപഹരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. ഈ സാഹചര്യത്തിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അധികം വൈകാതെ സന്നിധാനത്തെത്തി ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കാനും ആലോചനയുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പമ്പ സ്റ്റേഷനിൽ ലഭിച്ച 5 പരാതികൾ പ്രത്യേക സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് കേസെടുത്ത സാഹചര്യത്തിലാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ളവരെ അന്വേഷണ സംഘം ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസ് ആരംഭിക്കും. അതേസമയം സന്നിധാനത്ത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ വിവാദ സ്വർണ്ണപ്പാളി പരിശോധന നടത്തി. സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധിയായി അഭിഭാഷകൻ പരിശോധനയുടെ ഭാഗമായതായാണ് വിവരം. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുകളിൽ പാർട്ടിക്ക് ഒളിക്കാനൊന്നുമില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. തെറ്റ് ചെയ്തത് ആരായാലും വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും MA ബേബി പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊന്നും തന്നെ മറച്ചു വെക്കാനില്ല. ഞങ്ങളെ വിഷമിപ്പിക്കുന്ന യാതൊരു വിഷയവും ഇതിനകത്തില്ല. ആരാണോ കുറ്റക്കാരായി കണ്ടുപിടിക്കപ്പെടുന്നത് അവർക്ക് മുഖം നോക്കാതെ ശക്തമായ നടപടി പിണറായി വിജയൻ ഗവൺമെന്റ് കൈക്കൊള്ളും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെതിരായ ED സമൻസ് വസ്തുതാവിരുദ്ധമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. നോട്ടീസ് അയച്ചിട്ട് കുലുക്കമില്ലെന്ന് കണ്ടതോടെ EDക്ക് അനക്കമില്ലെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ഒരു കെട്ടിച്ചമച്ച നോട്ടീസ് അയച്ചു നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. കാര്യം എന്താ? ആ നോട്ടീസ് തന്നെ അസംബന്ധ നോട്ടീസാണെന്ന് അവർക്ക് തന്നെ അംഗീകരിച്ചത് പിൻവലിക്കേണ്ടി വന്നു. ഇതല്ലേ നമ്മുടെ മുമ്പിൽ പച്ച പരമാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ യാതൊരു വസ്തുതയുമില്ല. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ മലക്കം മറിഞ്ഞ് കോഴിക്കോട് റൂറൽ SP KE ബൈജു. സേനയിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും അതാരാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും KE ബൈജു പറഞ്ഞു. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ സമരം തുടരാനാണ് DCCയുടെ തീരുമാനം. പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചെന്നുമാണ് കോഴിക്കോട് റൂറൽ SP KE ബൈജു വ്യക്തമാക്കുന്നത്. ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. അതാരാണെന്നതിന്റെ അന്വേഷണം തുടരുകയാണെന്നും SP. കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. പോലീസിന്റേത് സ്വാഭാവിക നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി LDF പ്രതിരോധം സൃഷ്ടിക്കുമ്പോഴാണ് SPയുടെ പ്രതികരണം. നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. ഇതിന്റെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരവുമായി UDF മുന്നോട്ട് പോകും. MPയാണ് പ്രശ്നം സൃഷ്ടിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. പേരാമ്പ്രയിൽ ഈ മാസം 14-ന് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. പരിക്കേറ്റ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരീക്ഷണത്തിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് പേരാമ്പ്രയിലെ അതിക്രമമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. വയനാട് പുനരധിവാസത്തിനായി 88 ലക്ഷം രൂപ പിരിച്ചു. ഒരു വീട് പോലും നിർമ്മിച്ചില്ല. പാർട്ടി അണികൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ നീക്കമെന്നും വസീഫ് പറഞ്ഞു. ആർക്കാ ജാള്യത? മുഖം നഷ്ടപ്പെട്ടത് ആർക്കാ? കോൺഗ്രസിനാണ്. കേരളത്തിലെ കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ പൊതുജനത്തെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത അത്രയും ജാള്യതയിൽ നിൽക്കുന്ന സമയമാണിപ്പോൾ. പലതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ അക്രമം എന്ന് ജനം സംശയിക്കും. അതിലൊന്ന് വയനാട് ഫണ്ടാണ്. ഇതേ ജനപ്രതിനിധിയുടെ കൂട്ടാളി പണം പിരിച്ച് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. 88 ലക്ഷം കിട്ടി. ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുത്തിട്ടില്ല. നാട്ടുകാർ ചോദിക്കുക എവിടെ പണം എന്ന്. പോലീസ് ലാത്തിചാർജിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പുതിയ ആരോപണവുമായി CPIM. UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ് ആരോപിച്ചു. വൈകിയാണെങ്കിലും റൂറൽ SP KE ബൈജു തെറ്റ് ഏറ്റുപറഞ്ഞതിൽ സന്തോഷമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിന്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം
UDFന്റെ കോൺഗ്രസിന്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു മുകളിലൂടെ അവരെറിയുന്നു. ആ സ്ഫോടക വസ്തുവാണ് ആദ്യമായി പോലീസിന്റെ ഇടയിൽ നിന്നും പൊട്ടുന്നത്. അയാൾക്ക് മറുപടി പറഞ്ഞ ജനം എന്നെ കളിയാക്കും, പേരാമർക്കാർക്ക്. അത്രയും വേണ്ടി പറയുന്നുള്ളൂ. കാരണം അവിടെ വിഷ്വലൊക്കെ ഉണ്ടല്ലേ, ഏതെങ്കിലും വിഷ്വല് സ്ഫോടക വസ്തു പോയിട്ട് ഒരു കൊടി വീശിനെ കണ്ടു ഞങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പ്രകടനത്തിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയതര കേസിൽപ്പെട്ട ഒരാളുടെ ചൂണ്ടിക്കാണിക്കട്ടെ പിന്നിൽ അക്രമം. വയനാട് സുഗന്ധഗിരിയിൽ ജനവാസ കേന്ദ്രത്തിൽ രാജവെമ്പാല ചേരയെ വിഴുങ്ങിയ നിലയിലായിരുന്ന രാജവെമ്പാലയെ RRT അംഗം ഷഫീഖ് കൽപ്പറ്റ എത്തി പിടികൂടി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, എപ്പോഴാണ് ഈ രാജവെമ്പാലയെ ഈ വീട്ടിന് മുറ്റത്ത് കണ്ടത്? ഇതാരാണ് ആദ്യം കണ്ടത്? ഒപ്പം എങ്ങനെയാണ് ഇതിനെ പിടികൂടിയത്? പ്രജിൻ, ഇന്ന് വൈകിട്ട് 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സുഗന്ധഗിരി എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന നേരത്തെ തോട്ടഭൂമിയായിരുന്ന ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പതിച്ചുകൊടുത്ത തോട്ടം മേഖലയാണ്. അവിടെ ശരിക്കും വനത്തിന്റെ സ്വഭാവത്തിലുള്ള പ്രദേശം കൂടിയാണ്. നിരന്തരം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. ആനയടക്കം ഇറങ്ങുന്ന ഒരവസ്ഥ ഉള്ള പ്രദേശം കൂടിയാണിത്. ഇവിടെയാണ് അമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ജോൺസൺ എന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ചേരയെ ഓടിച്ചുകൊണ്ടാണ് ഈ രാജവെമ്പാല എത്തുന്നത്. ഇത് തുടർന്ന് ചേരയെ വിഴുങ്ങി. ഇതിനിടയിലാണ് വനം വകുപ്പിനെ വിവരമറിയിച്ചത്. വനം വകുപ്പിന്റെ RRT സേനയിലെ ഒരാളാണ് ഷഫീഖ് കൽപ്പറ്റ. നിരന്തരം ഇങ്ങനെ പാമ്പുകളെ പിടികൂടുന്നതിൽ, ആ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരെ അമ്പയിലെത്തിയ ശേഷം ഈ പാമ്പിനെ ബാഗിലാക്കി, അത് സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി തന്നെ അതിന്റെ ബാഗിലാക്കി. അതിനുശേഷം മറ്റൊരു ഇടത്ത്, അതായത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏതെങ്കിലും പ്രദേശത്ത് അതിനെ വിടാനാണ് ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ നിരവധി പാമ്പുകളെ പിടികൂടിയ ഒരാൾ കൂടിയാണ് ഷഫീഖ്. എന്തായാലും ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. ഇവിടെ നിരന്തരം ഇത്തരത്തിൽ നേരത്തെ ഈ അമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ, സുഗന്ധഗിരി മേഖലയിൽ തന്നെ ഇത്തരത്തിൽ രാജവെമ്പാലയെ പിടികൂടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷഫീഖ് തന്നെ നിരവധി തവണ പിടികൂടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഒരു രാജവെമ്പാലയെ കൂടി ഈ മേഖലയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള രാജവെമ്പാലയാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. ചേരയെ വിഴുങ്ങിയ നിലയിലായിരുന്നു. RRT അംഗം ഷഫീഖാണ് അവിടെ എത്തി ഈ പാമ്പിനെ പിടികൂടിയത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ സീറ്റ് ധാരണ. BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കും. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 6 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ സംതൃപ്തിയെന്ന് JDU ബീഹാർ സംസ്ഥാന സെക്രട്ടറി രാജീവ് രഞ്ജൻ പട്ടേൽ 24 പറഞ്ഞു. NDA का गठबंधन का सीट अभी फाइनल हो गया और हम लोग बिहार में 225 सीट जीतने के लक्ष्य के साथ काम कर रहे हैं. NDA गवर्नमेंट बन रही है और 225 सीट से अधिक सीट ला करके बन रही है. बिहार 20 साल से नीतीश कुमार चला रहे हैं, अगला 5 साल भी नीतीश कुमार चलाएंगे. वेलफेयर वर्क, वुमेन्स एम्पावरमेंट, यूथ एम्पावरमेंट, एम्प्लॉयमेंट एम्पावरमेंट, so many work done by our chief minister, or in this way no competition with any other party. അതേസമയം സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 60 സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് RJDക്ക് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. ബീഹാർ തലസ്ഥാനമായ പറ്റ്നയിൽ നിന്നും വിനീത വിജയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളം ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ ചേർന്ന ചർച്ചയ്ക്കൊടുവിൽ NDA സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. 101 സീറ്റുകളിൽ BJPയും 101 സീറ്റുകളിൽ JDUവും ഇത്തവണ മത്സരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ചരിത്രത്തിൽ ഇതാദ്യമായാണ് JDUവും BJPയും തുല്യ സീറ്റുകളിൽ മത്സരിക്കാനായി ഇറങ്ങുന്നത്. LJPക്ക്, ചിരാഗ് പസ്വാന്റെ LJPക്ക് 29 സീറ്റുകളാണ് നൽകുക. ജിതൻ റാം മാഞ്ചിക്ക് 6 സീറ്റുകളും RLMന് 6 സീറ്റുകളും നൽകും. സീറ്റ് വിഭജന ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി എന്നാണ് സഖ്യകക്ഷികൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ BJP സംസ്ഥാന നേതൃത്വവും JDU സംസ്ഥാന നേതൃത്വവും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. NDA തന്നെ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്തുമെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. നിതീഷ് കുമാർ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുമെന്നാണ് JDUവിന്റെ അവകാശവാദം. ഇങ്ങനെ വലിയ ആത്മപ്രതീക്ഷയിലും വലിയ ആത്മവിശ്വാസത്തിലും തന്നെയാണ് ബീഹാറിലെ നേതാക്കളൊക്കെ തന്നെയുള്ളത്. പക്ഷെ അതേസമയം മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സീറ്റ് വിഭജന ചർച്ചകൾ.
50 സീറ്റുകൾ നൽകാമെന്നാണ് RJD കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. 60 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഒരുപക്ഷെ 60 സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ 10 ഇടങ്ങളിൽ സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഭീഷണി. ഏതാണെങ്കിലും നാളെ ഈ ചർച്ചകൾ പൂർത്തിയാക്കി മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും കരുതുന്നുണ്ട്. ഇതിനോടകം തന്നെ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഒക്കെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അവർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. അധികം വൈകാതെ തന്നെ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള കാരണങ്ങളിലും ഒരു ധാരണയിലേക്ക് എത്തിച്ചേരും. വിനീത വിജിത്ത് ഇറക്കിയ റിപ്പോർട്ടാണ് കണ്ടത് ബീഹാറിൽ നിന്ന്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ബന്ദിമോചനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ച് ഇസ്രയേലും ഹമാസും. ഗസയിൽ തടവിലാക്കപ്പെട്ട 20 ഇസ്രയേലി ബന്ദികളെ ആദ്യം മോചിപ്പിക്കും. 50 പലസ്തീൻ തടവുകാരും ഗസയിൽ നിന്നുള്ള 1700 തടവുകാരും പിന്നീട് മോചിതരാകും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ കഴിയുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ ഗസയിലെ സമാധാനം പുലരും എന്ന് കരുതാൻ കഴിയുമോ? ഇന്നലെ ഇതേ സമയത്താണ് ഈ സമാധാന കരാർ ഒപ്പുവെച്ച ചടങ്ങിലേക്ക് ഹമാസ് പങ്കെടുക്കില്ല എന്ന് നേരിട്ട് അറിയിച്ച വാർത്ത പുറത്തുന്നത്. പക്ഷേ ഹമാസിന് നിലപാടിൽ മാറ്റമില്ല. ഈ ബന്ദിമോചനത്തിൽ അവരൊപ്പം നിൽക്കുന്നുണ്ട്, ഇസ്രായേലിനൊപ്പം നിൽക്കുന്നുണ്ട് എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും പ്രജിൻ, ബന്ദിമോചനത്തിൽ ഹമാസ് ഒപ്പം നിൽക്കുകയാണ്. കാരണം ഹമാസിന്റെ കൂടി ആവശ്യമാണ് ബന്ദികളെ മോചിപ്പിക്കുക. അവർക്കും നിരവധി ആളുകളെ അവരുടെ പക്ഷത്തേക്ക് എത്തിക്കാനുണ്ട്. അതിന്റെ കണക്ക് പ്രകാരം നടക്കും. കണക്ക് ഇങ്ങനെയാണ്: ആദ്യം 20 ബന്ദികളെ ഇസ്രായേലിന് പിടിച്ചുകൊണ്ടുപോയി 20 പേരെ ഹമാസ് ആദ്യം മോചിപ്പിക്കും. അതായിരിക്കും നാളെ ആദ്യം നടക്കുക. അത് ആദ്യം നടക്കണം എന്നാണ് ഇസ്രായേലിന്റെയും ആവശ്യം. അത് റെഡ് ക്രോസിനായിരിക്കും ആദ്യം കൈമാറുക. അവരെ റെഡ് ക്രോസിന് കൈമാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പലസ്തീനിൽ നിന്നും പിടിച്ചിട്ട് പോയിട്ടുള്ള ആളുകളെ, അതായത് ഇസ്രായേലിന്റെ കൈവശമുള്ള ബന്ദികളെ, അതിൽ 50 പലസ്തീൻ തടവുകാരും ഗസയിൽ നിന്നുള്ള 1700 തടവുകാരുമുണ്ട്. അതിൽ 2 ഡസനോളം കുട്ടികളുണ്ട്. ഇവരെ പിന്നീട്, അതായത് ആദ്യം ഇസ്രായേലിൽ നിന്നുള്ള ആളുകളെ മോചിപ്പിച്ച ശേഷമായിരിക്കും പലസ്തീനിലുള്ള ആളുകളെ മോചിപ്പിക്കുക. അത് ഒരുപക്ഷെ ചൊവ്വാഴ്ചയിലേക്ക് നീണ്ടുപോകാനും സാധ്യതയുണ്ട്. എന്തായാലും നാളെ ആദ്യം 20 ബന്ദികളെ, ഇസ്രായേലിൽ നിന്നുള്ള 20 ബന്ദികളായിരിക്കും നാളെ മോചിപ്പിക്കുക. 3 കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ഹമാസ് മോചനം നടത്തുക, അല്ലെങ്കിൽ ആളുകളെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ഹമാസിന്റെ ഭാഗത്തുണ്ടാകുക. അത് 3 കേന്ദ്രങ്ങളാണ്. ഗസയിൽ നിന്ന് തന്നെയാണ്. അവിടെ റെഡ് ക്രോസിന്റെ ആളുകൾ ഉണ്ടാവും. റെഡ് ക്രോസിന്റെ ആളുകളുടെ കൈവശം ഹമാസ് ഈ ബന്ദികളെ കൈമാറുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് വിവരങ്ങളും. മറുവശത്ത് പ്രതിൻ ചോദിച്ചതുപോലെ ഈ ബന്ദിമോചനം മാത്രമാണ് സാധ്യമാകുന്നത്. ഉച്ചകോടിയിൽ ഹമാസ് പങ്കെടുക്കില്ല. ഔദ്യോഗികമായി കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നറിയിച്ചതുകൊണ്ട് ഏറ്റവും പുതിയ വിവരം എന്ന് പറയാനുള്ളത്, ഹമാസ് പങ്കെടുക്കില്ല എന്നറിയിച്ചുകൊണ്ട് അതിൽ ഔദ്യോഗികമായി ഇസ്രായേലും പങ്കെടുക്കാൻ സാധ്യത കുറവാണ്. ഇനി ഇപ്പോൾ ഏതാണ്ട് 20 ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളും ട്രംപ് മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ ട്രംപും ഖത്തറും ഈജിപ്തും, അങ്ങനെ ട്രംപും ഖത്തറും ഈജിപ്തും പിന്നെ 20 ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളുമായിരിക്കും ഈ ഉച്ചകോടിയിൽ, സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഈ ഉച്ചകോടി ഉടമ്പടിയാക്കി മാറ്റുന്ന ചടങ്ങിൽ പങ്കെടുക്കുക. അവിടെ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് സമാധാന കരാർ പ്രാബല്യത്തിൽ വരും. പക്ഷേ ഹമാസ് ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഹമാസ് വിട്ടുനിൽക്കുമെന്ന് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും. കാരണം ഹമാസിന്റെ ആഗ്രഹം ഗസയുടെ അധികാരത്തിൽ അവർക്ക് കൂടി പങ്ക് വേണം. ആ പങ്കിന് അവർക്ക് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് അവർ ഏതാണ്ട് അവരുടെ 7000-ഓളം സായുധ പോരാളികളെ ഇപ്പോഴും ഗസയിൽ വിന്യസിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഗസയുടെ അധികാരം പങ്കിടുന്ന കാര്യത്തിൽ ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യത്തോട് ഹമാസിന്റെ പ്രതികൾ ഇപ്പോഴും അതിനോട് അനുകൂലമായിട്ടല്ല പ്രതികരിക്കുന്നത്. ആ പ്രതികരണം അത്ര സുഖകരമല്ല കാര്യങ്ങൾ. പക്ഷേ ബന്ദികളുടെ മോചനം മാത്രമായിരിക്കും നാളെയും മറ്റന്നാളുമായി സാധ്യമാകുക. എന്തായാലും ഇസ്രായേലിന്റെ ബന്ദികളെയും ഹമാസിന്റെ ബന്ദികളെയും നാളെയും മറ്റന്നാളുമായി മോചിപ്പിക്കും. അതിനുശേഷമായിരിക്കും ട്രംപ് കൂടി പങ്കെടുക്കുന്ന സമാധാന ഉച്ചകോടി ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുക. വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. ഡൽഹി അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാർത്താസമ്മേളനം നടത്തി. വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നും തിരക്കിനിടെ സംഭവിച്ചതാണെന്നുമാണ് വിശദീകരണം. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയത് കേന്ദ്ര സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കിയിരുന്നു. അഫ്ഗാൻ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗ്ര സന്ദർശനം റദ്ദാക്കിയ മുത്തഖി അഫ്ഗാൻ എംബസിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇത്തവണ തെറ്റുതിരുത്തി. വനിതാ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിന് ക്ഷണിച്ചു. നേരത്തെ വനിതകളെ ഒഴിവാക്കിയത് മനഃപൂർവ്വമല്ലെന്നും സാങ്കേതിക പിഴവെന്നും വിശദീകരണം. تخنیکی ټیمونو محدود خبريالانو سره رابطه کړې و او هغوی راغوښتي. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വാണിജ്യം, നിക്ഷേപമടക്കം
നിരവധി വിഷയങ്ങൾ സംസാരിച്ചതായി മുത്തക്കി പറഞ്ഞു. അമൃത്സറിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും താലിബാൻ മന്ത്രി പ്രഖ്യാപിച്ചു. കാബൂൾ വ്യോമാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 6 ഇടങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 58 സൈനികരെ വധിച്ചതായും 3 പാക് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചു. 24 ഡൽഹി. ബംഗാളിൽ MBBS വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി 12:30 വിദ്യാർത്ഥിനി എങ്ങനെ പുറത്തിറങ്ങിയെന്ന മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത്. പെൺകുട്ടിയെ കാണാനെത്തിയ BJP നേതാക്കളെ തടഞ്ഞതിൽ ദുർഗാപൂർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷവുമുണ്ടായി. ദുർഗാപൂരിൽ MBBS വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 23 വയസ്സുള്ള വിദ്യാർത്ഥിനി രാത്രി എങ്ങനെ ക്യാമ്പസിന് പുറത്തിറങ്ങിയെന്നാണ് വനിതാ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നയിക്കുന്ന ചോദ്യം. Especially the girl child at night time, they should not be allowed to come out in the outside. They have to protect themselves also. There is a forest area. വിദ്യാർത്ഥിനി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. ആരുടെ ഉത്തരവാദിത്തമാണിതെന്നും സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും മമതാ ബാനർജി പറഞ്ഞു. പരാമർശത്തോട് ബംഗാളിലുള്ളത് താലിബാൻ സർക്കാരാണെന്ന് BJP MP അഗ്നിമിത്ര പോൾ പ്രതികരിച്ചു. Doctors who are doing night duty in hospital, they shouldn't go out. You think nurses who are giving us, service, they shouldn't go out. You think people of the service industry, they shouldn't go out. This kind of Talibani mentality is shameful. Fortunate that we have Taliban government in Afghanistan and we have Mamata Banerjee's government in West Bengal. പെൺകുട്ടിയെ കാണാനെത്തിയ ലോക്കറ്റ് ചാറ്റർജി അടക്കമുള്ള BJP നേതാക്കളെ തടഞ്ഞതിനെ തുടർന്ന് ദുർഗാപൂർ ആശുപത്രിക്ക് മുന്നിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് അറിയിച്ചു. 24 ഡൽഹി. പുനലൂരിൽ ഇടതുമുന്നണിയിലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോര് കനക്കുകയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരായ AISF AIYF പരസ്യപ്രകടനത്തിന് മറുപടിയുമായി SFI DYFI പ്രവർത്തകർ തെരുവിലിറങ്ങി. പുനലൂർ SN കോളേജിൽ ASFനെ പരാജയപ്പെടുത്തി യൂണിയൻ തിരിച്ചുപിടിച്ച SFI PS സുബാൽ MLA അടവ് പഠിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ പ്രസ്ഥാനമാണ് SFI എന്ന ബാനർ ഉയർത്തി നടത്തിയ ആഹ്ലാദ പ്രകടനമായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. CPI ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയ ആക്ഷേപത്തിന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹനെതിരെ ബാനറുമായി ASF AYF പ്രവർത്തകർ പ്രകടനം നടത്തി. ഇതോടെ SFIയും DYFIയും ചേർന്ന് MLAക്കെതിരെ വീണ്ടും ബാനറുമായി രംഗത്തെത്തി. സുപാലിനെ ഡൈയിങ് ഹാർനസ് MLA എന്ന് വിശേഷിപ്പിച്ചായിരുന്നു പ്രതിഷേധം. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയാൽ ആ പണിയെടുക്കണം, MLA ആയാൽ MLAയുടെ പണിയെടുക്കണം. കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് AISFന് മണ്ഡലം സെക്രട്ടറിയുടെ കുറവുണ്ടെങ്കിൽ മണ്ഡലം സെക്രട്ടറിയെ ചുമതല ഏൽപ്പിക്കണം. അതിന്റെ ഉത്തരവാദിത്തം CPIയുടെ ജില്ലാ സെക്രട്ടറി ഏറ്റെടുക്കേണ്ടതില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ പുനലൂരിലെ തർക്കങ്ങൾ ഇടതുമുന്നണിക്ക് തലവേദനയാവുകയാണ്. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.